ഞാൻ സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാ അല്ലാഹ്. നെഗറ്റീവ് കമന്റ്സ് മാത്രം എഴുതരുത്, തകർന്നു പോകും. കാറ് കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യനെ പറ്റിച്ചിട്ട് ആ കാറിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യുന്ന ഉളുപ്പില്ല തള്ളേ നിങ്ങക്ക്? കുറച്ചെങ്കിലും നാണവും മാനവും ഉളുപ്പുണ്ടെങ്കിൽ ആദ്യം ആ പൈസ കൊടുത്തു തീർക്ക്, എന്നിട്ട് ഞെളിഞ്ഞിരുന്ന് സംസാരിക്കേ. അപ്പൊ അന്തസ്സുണ്ട്. ഏതാരുമാതിരി പറ്റിക്കല് പിന്നെ നമുക്ക് പുത്തരിയൊന്നും അല്ലല്ലോ. ആരൊക്കെ എവിടെയൊക്കെ പറ്റിച്ച് പൈസ തട്ടാൻ പറ്റുമോ അവിടെയൊക്കെ ചെല്ലും, പറ്റിക്കും. പൈസ എത്ര കോടികൾ മേടിക്കും. അപ്പൊ പിന്നെ കാറ് മേടിച്ചില്ലേലും ഇത് മേടിച്ചില്ലേലും കുഴപ്പമില്ല. കാറ് മേടിച്ചതോ അതിന്റെ ഫുൾ പൈസ കൊടുത്തിട്ടുമില്ല. അവിടെയും തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ വേണ്ടി മാത്രം ഒരു ജന്മം. സച്ചിനാ 100. വലിയ വണ്ടി, കാരണം ഞാൻ സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാ അല്ലാഹ്. എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW തന്നെ ബ്രാൻഡ് നെക്സ്റ്റ് സഡാൻ ഒരു മോഡൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എടുക്കണം. എന്നിട്ട് അവിടെയും തട്ടിപ്പും വെട്ടിപ്പും നടത്തി പൈസ കൊടുക്കാതെ മുങ്ങണം. അതാണല്ലോ ഇപ്പൊ എല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി ആരുടെ കയ്യിൽ നിന്നാണോ പറ്റിച്ചത് അവരൊരു കമന്റ് ഒരു വീഡിയോക്ക് ഇട്ടിട്ടുണ്ട്. വണ്ടി നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ 8 മാസത്തോളമായി ഈ വാഹനം നിങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെ അതിന്റെ ഫുൾ ക്യാഷ് തന്നിട്ടില്ല. നിങ്ങളുടെ പേരിലേക്ക് വാഹനം മാറ്റിയിട്ടും ഇല്ല. കണ്ടവന്റെ പേരിലിരിക്കുന്ന വണ്ടി കയറി ഇരുന്നിട്ടാണ് ഞെളിഞ്ഞ ഉളുപ്പില്ലാതെ ഇമാതിരി വർത്തമാനം പറയുന്ന പിശാശ്. നിങ്ങളുടെ പേരിലേക്ക് വാഹനം മാറ്റിയിട്ടുമില്ല. ആർക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും വാഹനം ആരുടെ പേരിലാണെന്ന്. ആ വാഹനം സന്തോഷത്തോടു കൂടി ഓടിക്കണമെങ്കിൽ എന്റെ ബാക്കിയുള്ള ക്യാഷ് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഓടിക്കാൻ പറ്റുകയുള്ളൂ. എന്റെ ശാപമുള്ള വാഹനമാണത്. എനിക്ക് ക്യാഷ് തരാതെ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ വാഹനമാണത്. നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഒരിക്കലും ആ വാഹനം ഓടിക്കാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ വാഹനമാണത്. അതിന് മുഴുവൻ പണം തന്നിട്ട് ഇങ്ങനെ സംസാരിച്ചാ പോരെ? അതല്ലേ ഞാനും പറഞ്ഞ, ഉളുപ്പ്, നാണം, മാനം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല ഈ സാധനത്തിന്. അത് നമുക്ക് മറ്റേ റസൽ പൂക്കറ്റിയുടെ വീഡിയോ തന്നെ മനസ്സിലായതാണല്ലോ. ആ വിഷയത്തിൽ തന്നെ മനസ്സിലായതാണ് ഇത് എന്താണെന്നുള്ളത്. BMW ഭയങ്കര ഇഷ്ടമാണ്. BMW തന്നെ ബ്രാൻഡ് നെക്സ്റ്റ് സഡാൻ ഒരു മോഡൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മാഷാ അല്ലാഹ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു സലൂണ്. അപ്പം നെയിൽ എക്സ്റ്റൻഷൻ, ഹെയർ എക്സ്റ്റൻഷൻ, ലാഷ് എല്ലാം കൂടെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞങ്ങൾ അതിൻ്റെ ഇന്റീരിയർ വർക്ക് നടത്തുക. അപ്പം അതിനെല്ലാം നിങ്ങളെല്ലാവരും ഞാൻ വിളിക്കും. എല്ലാവരും സപ്പോർട്ട് വേണം. ഓക്കെ, വേറെ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് കേട്ടോ. തുടങ്ങ സലൂണും കാറും എല്ലാം ചെയ്യേ. റസൂൽ പൂക്കുറ്റിനെ പറ്റിച്ച 3 കോടി കയ്യിലുണ്ടല്ലോ. അപ്പൊ പിന്നെ ഹെയർ എക്സ്റ്റൻഷനും സലൂണും ഒക്കെ തുടങ്ങിയില്ലെങ്കിൽ അതിശയുള്ളൂ. പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങളെ കഴിഞ്ഞിട്ടല്ല ആൾക്കാരുള്ളൂ. ഈ സലൂൺ തുടങ്ങുന്നതും റസൂൽ പൂക്കുറ്റിനെ പറ്റിച്ചിട്ടാണോ ഇനി വേറെ വല്ല ആൾക്കാരും പറ്റിച്ചിട്ടാണോ എന്നുള്ളതും കൂടെ ഒന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം പറ്റിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇനി അഥവാ സലൂൺ തുടങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ വരുന്ന ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാനുള്ള പരിപാടിയാണോ? അല്ല, എങ്ങനെയാ പറ്റിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടാ. നല്ല മൈലേജ് ഉണ്ട്, ഡീസൽ അല്ലേടാ. ഓക്കെ, എന്താ കിണി? ആൾക്കാരെ പറ്റിച്ചിട്ട് ജീവിക്കുന്നതിന്റെ കിണിയാണോ കാണുന്നത്? എല്ലാവരും നന്നായിട്ട് കാണുക. എങ്ങനെ ആൾക്കാരെ പറ്റിക്കണം, എങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണം എന്നൊക്കെ നമുക്ക് ഉദാഹരണമാക്കാൻ പറ്റിയ ഒരു ജീവിതമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അർഹതയില്ലാത്ത ആൾക്കാർ കൂടെ നിൽക്കാതിരിക്കുന്നതന്നെ നല്ലത്. അത് ദൈവമായിട്ട് ചിലപ്പോൾ അവരെ അകത്തിയതായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നല്ല ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ട്. ആവശ്യമില്ലാത്ത ആൾക്കാരെ ദൈവമായിട്ട് എടുത്തു കളഞ്ഞു. അതാണ്
അവരുടെ ജീവിതത്തിൽ വരാൻ അർഹതയില്ലാത്ത നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവം എടുത്തു കളഞ്ഞു. അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവരെടുത്ത് കളഞ്ഞതല്ല. നിങ്ങളെ കൂടെ കൊണ്ട് നടക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് നടക്കാനുള്ള ഒരു അർഹതയും ഇല്ല. പറ്റിപ്പും വെട്ടിപ്പും ആയിട്ട് നടക്കുന്ന നിങ്ങൾക്ക് ഒരു അർഹതയില്ല. അതുകൊണ്ട് ദൈവം എടുത്ത് കളഞ്ഞതാ. മതി നിന്റെ സേവനം അവർക്ക് എന്ന് പറഞ്ഞിട്ട്. വലിയ വെല്ലുവിളികളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ വിളിക്കട്ടെ എനിക്ക് തോന്നുന്നു നല്ലതാന്ന് തോന്നുന്നു. നെഗറ്റീവ് പബ്ലിസിറ്റി കുറച്ച് നല്ല പബ്ലിസിറ്റി ആയിരിക്കും. അതെ അതെ, എന്നെ അറിയാത്ത ആൾക്കാർ ഇപ്പൊ അറിഞ്ഞു തുടങ്ങി. പക്ഷെ അവരെല്ലാരും ഓടി വന്നിട്ട്, അത് ഒരിക്കലും എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാരും വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് മോളെ അങ്ങനെയല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നവരുന്നുണ്ടല്ലോ. ഇനി ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അത് ഇഗ്നോർ ചെയ്ത് കളയത്തോളൂ. ഏതാണോ എന്തോ നേരിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന അത്രയും ഗതി കേട്ട ആൾക്കാര്. നിനക്കൊന്നും വേറെ വീട്ടിൽ പണിയില്ലേ? ഇതിനെ പോലെയുള്ള ഉഡായിപ്പുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് നടക്കാതെ വേറെ വല്ല പണിക്കും പൊക്കൂടെ? സൈബർ ബുള്ളിങ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ല, ഒരു നെഗറ്റീവ് കമന്റ് ചെറുത് വരുമ്പോ തന്നെ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഉറപ്പായിട്ടും ഞാനത് ഭയങ്കര ഒരു, ഇവരെല്ലാം സത്യം പറഞ്ഞ ഇവരെല്ലാരും ആയിരുന്നു എന്റെ കൂടെ. തീർച്ചയായിട്ടും അത് അറിയാവുന്നവർക്ക് അറിയാം എന്താണെന്നുള്ളത്. പക്ഷെ അന്നും എല്ലാം അനുഭവിക്കണമല്ലോ. ഞാൻ അതിനകത്തും ഇങ്ങനെ ഉയർത്തെഴുന്നേച്ചു. ഉയർത്തെഴുന്നേക്കണ്ട, അവിടെ തന്നെ കിടന്നു. അതിനുള്ള പണിയാണ് ഈ വരുന്നത്. കാറും എടുത്തിട്ട് പൈസയും കൊടുക്കാതെ ഞൊളിഞ്ഞിരുന്ന് സംസാരിക്കാവുള്ളൂ ഉപ്പില്ലാതെ സ്ത്രീ. പിന്നെ കൂടെ നിന്ന ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ഓൺലൈൻ മീഡിയാസ് അല്ലേ, വേറെ ആരും അല്ലല്ലോ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിങ്ങളെ പൊങ്കാലിടുമായിരുന്നു. പറഞ്ഞില്ലേ നേരത്തെ എന്റെ വീഡിയോയിലൊക്കെ ഞാനത് എന്നേ പറഞ്ഞു കൊടുത്ത് നമ്മള് BMW എടുത്തില്ലേ, അത് കുറെ ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ല വേണ്ട. അപ്പം ഭയങ്കര സന്തോഷം നിങ്ങളെ വീണ്ടും കാണാൻ പറ്റിയില്ല. വീണ്ടും കാണാൻ പറ്റട്ടെ. ഇനി പല പല വർക്കിലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം, സ്നേഹിക്കണം. നെഗറ്റീവ് കമന്റ്സ് മാത്രം ഇടരുത്, തകർന്നു പോകും. അല്ല അതല്ല, അത് അറിയാം. കഥ അറിയാത്ത ആൾക്കാർ ആട്ടം ആടുന്നത് പറയുന്ന കണക്ക്. ഇതിൽ കൂടുതൽ ഇനി എന്ത് കഥ അറിയാനാ? ഗർഭകഥ, 3 കോടിയുടെ തട്ടിപ്പ് കഥ, മറ്റേ കഥ, ആ കഥ, ഈ കഥ എന്ന് പറഞ്ഞിട്ട് കൊറേ കഥ ഇപ്പൊ പുറത്തോട്ട് വന്നില്ലേ. ഇനിയിപ്പൊ എന്ത് കഥയാണോ എന്തോ അറിയണ്ടേ? അറിഞ്ഞപ്പോ തന്നെ എത്രയും, ഇനി അറിയാതെ എന്തൊക്കെ കിടക്കുന്നുണ്ട് എന്റെ ഭർത്താവേ. ഇതിനെയൊക്കെ തലയില് പൊക്കി നടക്കുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, ഇന്ന് തലയില് പൊക്കി നടന്നാൽ നാളെ നിങ്ങൾ തന്നെ ഇതിന്റെ പേരിൽ പേരുദോഷം കേൾക്കേണ്ടി വരും. അതൊരു കയ്യിലിരിപ്പാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും എടുത്ത തലയിലോ കക്ഷത്തോ എവിടെയെങ്കിലും വെക്കാൻ നിൽക്കുവാണെങ്കിൽ വെച്ചാ മതി. ശരി എന്നാ ആ പൈസ കൊടുത്ത് തീർക്കാളെ. പൈസയും കൊടുക്കാതെ കാറും കൊണ്ട് കറങ്ങുക ഉളുപ്പില്ലാതെ സ്ത്രീ.